എല്ലാവരും കാണണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എൻ്റെ മക്കൾക്ക് എക്സാമിന്, ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടും അതേപോലെ LSSന് വേണ്ടിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നോക്കാതെ എൻ്റെ മക്കൾ പോകരുത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരാതെ ഇരിക്കില്ല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ കുറേ ദിവസമായിട്ട് കാണുന്നില്ല. അപ്പോൾ എൻ്റെ മക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരാളിവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിസ്സിന് ആ കറക്റ്റ് സമയത്ത്, മിസ് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ എൻ്റെ മക്കൾക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നമ്മുടെ മിസ്സും വീഡിയോ ഇടുന്ന ആ സമയത്ത് തന്നെ എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും. ഇനി അന്ന് ആ സമയത്ത് കാണാനുള്ള സമയം നമുക്കുള്ളൂ. കാരണം നമ്മുടെ LSS എക്സാം ഇതാ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമും കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ മിസ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ, അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ നോട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മക്കൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്ക് നോട്ട് വായിക്കാൻ പറ്റുള്ളൂ. നോട്ട്സും കൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്തായാലും മിസ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ആ സമയം തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് നോട്ട്സ് വായിച്ച് നോക്കാൻ മറക്കരുത്. അപ്പം അതേപോലെ നമ്മുടെ ആപ്പിൽ എൻ്റെ മക്കൾക്ക് എന്തുണ്ട്? ക്ലാസ് അവൈലബിൾ ആണ്, എക്സാംസ് അവൈലബിൾ ആണ്, മെൻറ്റി വാർ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി എൻ്റെ മക്കളെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു നമ്പർ വെച്ച് കയറിയാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലാസ്സുകളും അതേപോലെ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, മെൻറ്റി വാർ കളിക്കാൻ പറ്റും. അതിലൊക്കെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പഠിച്ചാലോ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം, അല്ലേ? മഹാത്മാഗാന്ധി, അല്ലേ? അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു ദിവസം 1915 ജനുവരി 9 അദ്ദേഹം എവിടേക്ക് തിരിച്ചെത്തിയത്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ആ ഒരു ദിവസമാണ് പ്രവാസീയ ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് ജനുവരി 9 പ്രവാസീയ ഭാരതീയ ദിവസ്. ഏതാണ്? നമ്മുടെ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ആ ദിവസം ജനുവരി 9 പ്രവാസീയ ഭാരതീയ ദിവസ്. മറന്നു പോകരുത്. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഒരാൾ ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. മറന്നു പോകരുത്. ഈ ഒരു പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ആരാണിത്? സുഭാഷ് ചന്ദ്രബോസ്. നമ്മുടെ എന്താ അദ്ദേഹം അറിയപ്പെടുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരാളാണ്. ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് വാസ് എ prominent leader of the Indian independence. ഇൻഡിപെൻഡൻസിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആണ് ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? നേതാജി എന്നറിയപ്പെടുന്നതാണ് ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നാണ് എന്തറിയപ്പെടുന്നത്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് അറിയപ്പെടുന്നത്? He was elected as the president of the Indian National Congress for നമ്മൾ 2 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആര്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നേതാജി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്ത ആളാരാ വരുന്നത്? ഇതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? ഈ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ മക്കളുടെ മനസ്സിൽ പേര് ഓർമ്മ വരണം. പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതായത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. എന്നാണ്? അയൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ആ ഒരു കാര്യം ഓർമ്മ വരുന്നില്ലേ എൻ്റെ മക്കൾക്ക്? നല്ല ഉരുക്ക് മനുഷ്യനായിട്ട് തോന്നില്ലേ കണ്ടിട്ട്? അപ്പോൾ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡറായിരുന്നു ആര്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അദ്ദേഹത്തെ കൂടുതലും ഖാദി വസ്ത്രത്തിന് എന്ത് ചെയ്തിരുന്നു? പ്രൊമോട്ട് ചെയ്തിരുന്നു. ഖാദി വസ്ത്രം കൂടുതലായിട്ട് എന്ത് ചെയ്തിരുന്നു? പ്രൊമോട്ട് ചെയ്തിരുന്നു. ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അടുത്ത ആളാണ് ആര്? ഇതാരാ? ആരാണ് ഈ വനിത? ആരാണ് ഈ ധീര വനിത? ആരാ? യെസ്,
സരോജിനി നായിഡു ഏഷ്യയുടെ വാനമ്പാടി അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആളാണ് സരോജിനി നായിഡു. ദ നൈറ്റിംഗെയിൽ ഓഫ് ഏഷ്യ, also known the Nightingale of India, also known as the Nightingale of Asia എന്നറിയപ്പെടുന്ന ആളാണ് സരോജിനി നായിഡു. ഒരു കവയത്രിയും കൂടിയാണ് ആര്? നമ്മുടെ സരോജിനി നായിഡു. ഓൾസോ എ പോയറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറുമായിരുന്നു സരോജിനി നായിഡു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്വതന്ത്ര ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റും അതേപോലെ ആദ്യത്തെ വുമൺ ഗവർണറുമായിരുന്നു സരോജിനി നായിഡു. അപ്പം മറന്നുപോയത് നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ, ഓൾസോ നോൺ ആസ് നൈറ്റിംഗെയിൽ ഓഫ് ഏഷ്യ. ഒരു പോയിറ്റ് കൂടിയാണ്. ദ ഫസ്റ്റ് വുമൺ ഗവർണർ, അതേപോലെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ഫസ്റ്റ് വുമൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വുമൺ പ്രസിഡന്റ് കൂടിയായിരുന്നു നമ്മുടെ സരോജിനി നായിഡു. മറന്നുപോയത്. ഇനി അടുത്തതാരാണ്? അദ്ദേഹം ആരാണ്? ഈ പ്രധാനപ്പെട്ട ഈ ഒരു വ്യക്തി ആരാണ്? നമ്മുടെ സ്വന്തം ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ആ പേര് വിളിക്കാൻ തോന്നില്ലേ? നമ്മൾ വിളിക്കണം. തോന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിളിക്കണം. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഈ ഒരു പിക്ചർ തന്നിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഈ ഒരു വെള്ളത്താടിയൊക്കെ വെച്ചിട്ടുള്ള സുന്ദരനായ ആ ഒരു രൂപം കാണുമ്പോൾ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ എന്ന് ഓർമ്മ വരണം. അതായത് അതിർത്തി ഗാന്ധി, ബോർഡർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. എന്താണ്? അതിർത്തി ഗാന്ധി അല്ലെങ്കിൽ ബോർഡർ ഗാന്ധി എന്നറിയപ്പെടുന്നു. ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് വിപ്ലവകാരിയായിട്ടുള്ള നമ്മുടെ സ്വന്തം ഭഗത് സിംഗ്. ആരാണ്? ഭഗത് സിംഗ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു നമ്മുടെ ഭഗത് സിംഗ്. Bhagat Singh was one of the socialist revolutionaries who participated the Indian independence. അല്ലെ, സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു ആര്? നമ്മുടെ ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ ലാഹോർ ഗൂഢാലോചന കേസിൽ അകപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. ആര്? ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് ലാഹോർ ഗൂഢാലോചന കേസിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ തൂക്കിക്കൊന്ന ആളാണ് ആര്? നമ്മുടെ ഭഗത് സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ആ സുന്ദരമായ മുഖം എന്താ പറയുക, നമ്മൾ ചുറ്റുപാടിലും പല പോസ്റ്റുകളിലൊക്കെ വരച്ച് വെച്ചത് കണ്ടിട്ടുണ്ടാവും. ഭഗത് സിംഗിൻ്റെ ഫോട്ടോ കുറേ കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്, ഇതാണ് ആര്? നമ്മുടെ അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ. അതായത് നോൺ ആസ് ദ റാണി ഓഫ് ഝാൻസി റാണി എന്നാണ് അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നത്. ദ റാണി ഓഫ് ഝാൻസി അല്ലെങ്കിൽ ഝാൻസി റാണി, ദ റാണി ഓഫ് ഝാൻസി ഓഫ് ട്രാവൻകൂർ. അതായത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ അക്കാമ ചെറിയാൻ. സ്വാതന്ത്ര്യ സമര കേരളത്തിന്റെ ധീരയായിട്ടുള്ള ഒരു വനിതയാണ് ആര്? ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ. അതായത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാൻ. ഓക്കെ, ഇത്രയും ആളുകളെ അല്ലേ? ഇത്രയും ആളുകളെ ജവഹർലാൽ നെഹ്റു ഈ ഒരു പിക്ചേഴ്സ് തന്നിട്ട് എൻ്റെ മക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ ഒരു പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മ വരണം. ഓക്കെ അല്ലേ? ബാലഗംഗാധര തിലക്. നമ്മുടെ നെഹ്റുവിനെ കണ്ടാൽ ആരും എന്ത് ചെയ്യില്ല, മറക്കില്ലല്ലോ നെഹ്റുവിനെ. അതേപോലെ സർദാർ വല്ലഭായ് പട്ടേലിനെയും എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ബാലഗംഗാധര തിലക്, ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ബാലഗംഗാധര തിലക്. സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു യൂണിഫോമിലാണ് ഉണ്ടാവുക. ഗോപാലകൃഷ്ണ ഗോഖലെ, അതേപോലെ നല്ല താടിയൊക്കെ വെച്ചിട്ടുള്ള ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, സരോജിനി നായിഡു, അതേപോലെ ഭഗത് സിംഗ്, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, അതേപോലെ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി
നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ വർഷമാണ് 1915. ഗാന്ധിജീസ് റിട്ടേൺ ഫ്രം ദ സൗത്ത് ആഫ്രിക്ക ടു ഇന്ത്യ. ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിയ വർഷമാണ് 1915. ഓക്കെ അല്ലേ? അതേപോലെ 1917 ചമ്പാരൻ സത്യാഗ്രഹ ആണ് 1917. അതായത് 1917 നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. പിന്നീട് 1919 ജാലിയൻ വാലാബാഗ് സമരം. 1919 ജാലിയൻ വാലാബാഗിലെ ആ ഒരു കൂട്ടക്കൊല നടന്നത്. ആ ഒരു ഗ്രൗണ്ടിൽ അവരെല്ലാവരും കൂടിയാലോചിച്ചിരിക്കുമ്പോഴാണ് ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം വന്ന് വെടിവെച്ച് ആളുകളെ കൊന്നത്. അപ്പോൾ അവർക്ക് പോകാനുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവർ കുറേ ആൾ, വെടികൊണ്ട് മരിച്ചവർ കുറേ ആൾ, അങ്ങനെ ഒരു വലിയ കൂട്ടക്കൊല നടന്നിരുന്ന ആ ഒരു സമയമാണ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പിന്നെ 1920 നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് 1920. 1920 നിസ്സഹകരണ പ്രസ്ഥാനം. പിന്നീട് 1930 സോൾട്ട് സത്യാഗ്രഹ, അല്ലെങ്കിൽ 1930 സോൾട്ട് സത്യാഗ്രഹ. 1930 എന്താണ്? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം എപ്പോഴാണ് ചോദിച്ചാൽ 1930 നമ്മൾ ഉപ്പ് ഉണ്ടാക്കിയത്. ഉപ്പ്. ഓക്കെ അല്ലേ? പിന്നെ 1942 എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്താണ്? ഈ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടുക. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക. ഇന്ത്യ വിടാൻ പറഞ്ഞ ഒരു സമരമാണെന്ത്? നമ്മുടെ 1942 ക്വിറ്റ് ഇന്ത്യ സമരം. പിന്നീട് 1947 എന്ത് ചെയ്തു? ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇന്ത്യ അറ്റൈൻസ് ഫ്രീഡം അറ്റ് 1947. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെ ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, നമ്മളിപ്പോൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. പഠിക്കാനൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. പണ്ടത്തെ ആളുകൾക്കൊന്നും എന്ത് ചെയ്തിരുന്നില്ല? പഠിക്കാൻ പറ്റിയിരുന്നില്ല. അവർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല. സ്കൂളൊക്കെ അവർക്ക് വിലക്കായിരുന്നു. കുറച്ച് ആളുകൾക്ക് മാത്രമേ സ്കൂളിൽ പോയിട്ട് പണ്ടൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പം ആഫ്റ്റർ 1947 നമ്മൾ താമസിക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന ജീവിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? നമുക്ക് പഠിക്കാനും എവിടെ പോവാനും ഏത് വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർ കുറേ യാതനകളും വേദനകളും സഹിച്ചാണ് നമുക്ക് നേടിത്തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ കൃത്യമായിട്ട് ക്ലാസ് കണ്ട് പഠിക്കണം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട് നമ്മുടെ നോട്ട്സ് എടുത്ത് വായിക്കുകയും കൂടി ചെയ്താൽ ഈ പാഠം സെറ്റായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.